ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും ഇന്നും ജനങ്ങൾ താമസിക്കുന്നതുമായ പുരാതന നഗരങ്ങളിലൊന്ന്. സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിറ്റി. ഉത്തർപ്രദേശിൽ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാരണാസി. വരുണ, അസി എന്നീ രണ്ട് നദികൾ ഗംഗയുമായി ചേരുന്നിടത്തുള്ള പ്രദേശമായതിനാലാണ് ഈ നഗരത്തിന് വാരണാസി എന്ന പേര് ലഭിച്ചത്. പുരാണങ്ങളിൽ ഇത് കാശി എന്നും ബ്രിട്ടീഷ് ഭരണകാലത്ത് ബനാറസ് എന്നും ഇത് അറിയപ്പെട്ടു. അപ്പോൾ ഈ നഗരത്തിലോട്ട് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ പോകാൻ നോക്കിയാലോ? വെൽക്കം ടു മൈ ചാനൽ. മനസ്സിലാവാനുള്ള എളുപ്പത്തിന് 5 സെക്ഷനായിട്ട് തിരിച്ച് ഞാൻ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് വന്ന ഓവറോൾ ചിലവ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാവേ. ബൈ ഫ്ലൈറ്റും വരാം, ബൈ ട്രെയിനും വരാം. ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബൈ ട്രെയിനിൻ്റെ കാര്യം ഞാൻ പറയാം. കേരളത്തിൽ നിന്നും വാരണാസിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രെയിൻ മാത്രമാണുള്ളത്. ശനിയാഴ്ച എറണാകുളത്ത് നിന്ന് എടുക്കുന്ന പാട്ന എക്സ്പ്രസ്. തിരിച്ചു പോരാനും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് വാരണാസിയിൽ നിന്ന് കേരളത്തിൽ ഒരു ട്രെയിൻ ഉള്ളത്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ ട്രെയിൻസ് പിടിക്കാവുന്നതാണ്. കേരള ടു ഡൽഹി, ഡൽഹി ടു വാരണാസി, തിരിച്ചു അതുപോലെ തന്നെ. നിങ്ങളുടെ കൺവീനിയൻസ് എങ്ങനെയാണോ അതുപോലെ പ്ലാൻ ചെയ്യുക. ഒക്ടോബർ ടു മാർച്ചാണ് നോർമലി പ്രിഫർ ചെയ്യുന്നത്. ഒരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. നവംബർ മാസത്തിലാണ് ഈ ദേവ് ദീപാവലി നടക്കുന്നത്. ഈ ടൈമിൽ വിസിറ്റ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണവും ഇത് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന സൈബീരിയൻ ബേർഡ്സിനെ വിന്റർ ടൈമിൽ മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം അസീഘട്ടിനടുത്തായിട്ട് തന്നെ റൂംസ് എടുക്കാൻ ശ്രമിക്കുക. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതും അല്ലെങ്കിൽ ദശാശ്വമേധ ഘട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഒരു 1000 to 2000 റുപ്പീസിനുള്ളിൽ തന്നെ ഫാമിലി റൂംസ് അവൈലബിൾ ആണ് അവിടേക്ക്. വാരണാസിയിലെ മെയിൻ അട്രാക്ഷൻ ഗംഗാരതി തന്നെയാണ്. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ മന്ത്രങ്ങളുടെയും മണിനാഥങ്ങളുടെയും ഒക്കെ ഇടയിൽ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക അനുഭവം കിട്ടും. ഗംഗാരതി മെയിനായിട്ട് 2 നേരങ്ങളിലാണ് വാരണാസിയിൽ നടക്കുന്നത്. ഒന്ന് രാവിലെ 5 മണിക്ക് അസീഘട്ടിലും 2 വൈകിട്ട് 7 മണിയോടുകൂടി ദശാശ്വമേധ ഘട്ടിലും. വൈകിട്ടത്തെ ആരതി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ വരുന്നതാണ് ഗംഗയിലൂടെയുള്ള ബോട്ട് യാത്ര. മനോഹരമായ ഗംഗാ നദിയിലൂടെ കാറ്റൊക്കെ കൊണ്ട് ഘാട്ടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു പ്രത്യേക രസമാണത്. നമുക്ക് പ്രൈവറ്റ് ബോട്ട്സും ഓപ്റ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ പെർ ഹെഡ് 100 രൂപക്ക് കിട്ടുന്ന ബോട്ട്സും ഉണ്ട്. സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടെമ്പിൾസ് ഉണ്ട്. മെയിൻ കുറച്ച് ടെമ്പിൾസ് ഞാൻ ലിസ്റ്റ് ചെയ്തേക്കാം. എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഗാർഡ്സ് ഒക്കെ ഒന്ന് നടന്നു കാണാൻ ശ്രമിക്കുക. ഏകദേശം 84ലധികം ഗാർഡ്സ് ഉണ്ട്. എല്ലാം ഒന്നും കണ്ടില്ലെങ്കിലും കാണേണ്ട മെയിൻ കുറച്ച് ഗാർഡ്സ് ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നീട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗള്ളികളിലൂടെയൊക്കെ ഒന്ന് നടന്നു കാണാം. വാരണാസിയിലെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടുത്തെ സ്വീറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നിയർ ബൈ പ്ലേസസ് പറയുവാണെങ്കിൽ സാർനാഥ്, രാംനഗർ ഫോർട്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ഐറ്റ്നറി വെച്ച് പ്ലാൻ ചെയ്യേണ്ട ഒന്നല്ല ബനാറസ് ട്രിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങളുടെ യാത്ര തുടങ്ങിക്കോ. വാരണാസി തന്നെ വാരണാസി എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് കാണിച്ചു തരും. ഞാൻ പോയ എൻ്റെ ജേർണി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബഡ്ജറ്റ് പറയുന്നത്. എല്ലാവർക്കും ഇതേ കണക്കിന് ചിലവായൊന്നും വരത്തില്ല. നമ്മൾ 4 പേരാണ് പോയത്. അപ്പോൾ പെർ പേഴ്സൺ ബേസിൽ ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ബഡ്ജറ്റ് പറയാം. ഇവിടുന്ന് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് ഓപ്റ്റ് ചെയ്തത്. അതിനൊരു 1025 രൂപയായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് 200 രൂപക്ക് ഓട്ടോ കിട്ടി. അപ്പോൾ പെർ പേഴ്സൺ 50. നമ്മൾ അസീഘട്ടിനടുത്തായിട്ടാണ് റൂം എടുക്കേണ്ടായത്. പെർ ഡേ 1000 വെച്ചിട്ട് നമുക്ക് റൂം കിട്ടി. അപ്പോൾ 3 ദിവസത്തേക്ക് 3000 ഡിവൈഡഡ് ആകുമ്പോൾ 750 വെച്ചിട്ട് പെർ പേഴ്സൺ. പിന്നെ നമ്മൾ ബോട്ട് റൈഡ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബോട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിക്കും മറ്റും ആയിട്ടാണ് നമ്മൾ പ്രൈവറ്റ് ബോട്ട് ഓപ്റ്റ് ചെയ്തത്. ഇപ്പോൾ പെർ 100ന് നമുക്ക് ബോട്ട്സ് കിട്ടുമെങ്കിലും ബാക്കിയുള്ള ആൾക്കാരും കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് പറ്റുന്ന രീതിക്ക് ചിലപ്പോൾ ഫോട്ടോ കിട്ടിയെന്നൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ബോട്ട് യൂസ് ചെയ്തത്. നമുക്ക് 1500 പ്രൈവറ്റ് ബോട്ട് കിട്ടി. അപ്പോൾ ഡിവൈഡ് ബൈ 4 375. ഗാർഡ്സും കളികളൊക്കെ നടന്ന് തന്നെ കണ്ടതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ചിലവായിട്ടില്ല. പിന്നീട് വന്നൊരു മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഫുഡ്. വാരണാസി വളരെ ചീപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ 3 ദിവസമാണ് നമ്മളവിടെ ഉണ്ടായത്. അപ്പോൾ 3 ദിവസത്തേക്കും കൂടി നമുക്ക് 1500 രൂപക്ക് താഴെയാണ് നമുക്ക് ഫുഡിന് ചിലവ് വന്നിട്ടുള്ളത്. തിരിച്ച് നാട്ടിലോട്ടുള്ള ടിക്കറ്റിന് ഡയറക്റ്റ് തന്നെ ആണെങ്കിൽ 1025 രൂപയെ സ്ലീപ്പറിനാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഡൽഹി ടു കേരള അങ്ങനെയാണ് നമ്മൾ പിടിച്ചത്. അപ്പോൾ വാരണാസിയിൽ നിന്ന് ഡൽഹിയിലേക്ക് 450, ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് 920. പിന്നെ ട്രെയിനിൽ നമ്മൾ ഫുഡ് ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വന്ന എക്സ്പെൻസ് നമ്മൾ കൂട്ടിയിട്ടില്ല. സോ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ വാരണാസി ട്രിപ്പ് പ്ലാൻ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.